പുലിപ്പേടിയിലാണ് തൃശൂർ കൊരട്ടി ചിറങ്ങര. പ്രദേശത്തിറങ്ങിയ പുലിയെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. 4 ക്യാമറ വനംവകുപ്പ് സ്ഥാപിച്ചു. നിരീക്ഷണം ഇപ്പോഴും തുടരുകയാണ്. രാത്രിയും പുലർച്ചെയുമുള്ള ആരാധന ക്രമീകരിക്കാൻ ദേവാലയങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും പഞ്ചായത്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുലർച്ചെയുള്ള ട്യൂഷൻ ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. ജെയ്സൺ ചാമുളപ്പിലിന്റെ റിപ്പോർട്ട്. കൊരട്ടി ചിറങ്ങരയ്ക്കടുത്താണ് ഇപ്പോൾ പുലിയെ കണ്ടിരിക്കുന്നത്. ജനവാസ മേഖലയിലാണ് പുലി എന്നതാണ് ഏറെ ആശങ്കയുണ്ടാക്കുന്നത്. നിലവിൽ 4ഓളം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. തുടർ നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കുകയാണ്. വാഴച്ചാൽ DF തന്നെ നമ്മോടൊപ്പം ചേരുന്നു. മേഡം, എന്താണ് ഇനി അടുത്ത നടപടി? 3 ദിവസമായി ഇതിപ്പം പുലിയുടെ സാന്നിധ്യം ഇവിടെ അറിഞ്ഞിട്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ CCTVയും അതിൻ്റെ പക്മാർക്കും പരിശോധിച്ചപ്പോഴാണ് നമുക്ക് പുലിയാണെന്ന് സ്ഥിരീകരിച്ചത്. അപ്പോൾ അതിനുശേഷം നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ഒരു NTCAയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കേണ്ടതുണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ തന്നെ രൂപീകരിച്ചു. അപ്പോൾ അത് പ്രകാരം ഇന്നിപ്പോൾ കമ്മിറ്റി ഇവിടെ ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കൂട് വെക്കണം എന്നുള്ളതാണ്. കാരണം ഇത്രയും ജനസാന്ദ്രതയുള്ള മേഖല, സ്കൂളുകളുണ്ട്. എല്ലാ ദിവസവും ഓരോ വീടുകളിൽ കയറി പട്ടിയെ പിടിക്കുന്നതായിട്ടാണ് പരാതി വരുന്നത്. ജനവാസ മേഖലയിലേക്ക് പുലി എങ്ങനെ സാധ്യത ഇവിടേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം എങ്ങനെ എന്തെങ്കിലും വിലയിരുത്തലുണ്ടോ വനംവകുപ്പിന്? സാധ്യത ഞങ്ങൾക്കും അത് അങ്ങോട്ട് ഇതായിട്ടില്ല. ഇത് എവിടുന്ന് വന്നു എന്നതിനെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. എന്നാൽ പോലും നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓൾറെഡി ക്യാമറ ട്രാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാമറയ്ക്കകത്ത് ആ കാട് പിടിച്ച പ്രദേശത്താണ് വെച്ചത്. അതിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കൂട് വെക്കാം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. എത്ര ഏജ് ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഒരു വിലയിരുത്തൽ? ഏജ് നമ്മൾ കണ്ടിട്ട് ഏകദേശം ഒരു അഡൾട്ടാണ്. അത് മെയിൽ അഡൾട്ടാന്ന് തോന്നുന്നു. അതിൻ്റെ വാലും എല്ലാം കണ്ടിട്ട് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം ട്രാപ്പ് നോക്കും, ഡ്രോൺ ഒക്കെ വെച്ച് നമ്മൾ പരിശോധിച്ച് അതിൻ്റെ കൂടുതൽ ഫിസിയോളജി കാര്യങ്ങൾ അതിന് പഠിക്കുന്നുണ്ട്. നിരീക്ഷണത്തിൽ ഒന്നിൽ കൂടുതൽ ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തലുണ്ടോ? നിലവിലൊന്ന് നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ പരിഗണിക്കും. പ്രധാനമായിട്ട് ഏത് ഭാഗത്തു നിന്നാണ് വന്നതെന്നുള്ള നമുക്ക് ഇതുവരെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇവിടുന്ന് കാട് തുടങ്ങുന്നത് തന്നെ ഏകദേശം ഒരു 10-20 കിലോമീറ്ററിന് അപ്പുറമാണ് നമ്മുടെ ഏരിയ വരുന്നത്. ഇത് ഞങ്ങളുടെ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ വരുന്ന സ്ഥലമാണ്. അപ്പോൾ കാട് തുടങ്ങുന്നത് തന്നെ അവിടെ വെച്ചിട്ടാണ്. പിന്നെ കുറേ കാട് പ്രദേശങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് വന്ന് പെട്ടാലും ഇതിന് സ്വൈര്യമായിട്ട് ജീവിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. അതൊക്കെ വെട്ടിത്തെളിച്ചൊരു ഇത് ചെയ്യേണ്ടതായിട്ട് വരും. ആളുകൾക്ക് ഭയപ്പെടാനുള്ള സാഹചര്യം ഇപ്പോഴും ഉണ്ട്. അങ്ങനെ നമുക്കായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ സ്ഥിരം കാണുന്ന ഒരു സ്ഥിതിക്ക് ആൾക്കാർക്ക് ആ ഒരു ഭയം അവർ പറയുന്നുണ്ട്. പിന്നെ പഞ്ചായത്ത് എല്ലാ ഫുൾ സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടോടുകൂടി നമുക്ക് ഇതിനെ എത്രയും പെട്ടെന്ന് പിടിക്കാം എന്നുള്ളതാണ് വിചാരിച്ചത്. ഏതായാലും കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് ഈ പ്രദേശം പോകുന്നു. ആളുകളുടെ പകലുള്ള സഞ്ചാരം അതുപോലെ തന്നെ രാത്രി സഞ്ചാരങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. അല്ലാത്ത പക്ഷം പുലിയുടെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തുടർ നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കുന്നുണ്ട്. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.